ക്ഷമിക്കണം. അത് എനിക്ക് തോന്നുന്നു ഏതോ ഡൈ കമ്പനിയോടുള്ള ശക്തമായ പ്രതികാരം കൊണ്ടായിരിക്കും. നമുക്കിനി ഉള്ള സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും പരിചയപ്പെട്ടതാണോ? സംസാരിച്ചതാണോ? ഈ സുന്ദരി സംസാരിച്ചതാണോ? സംസാരിച്ചതാണ്. ഇനി ഈ സുന്ദരി പേര് പറയോ? സിനി മാം. ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി വന്നിരിക്കുകയാണ്. ഞാനുമായി കുറച്ച് കുഴപ്പമില്ലാത്തൊരു കോമ്പിനേഷൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. കുറച്ച് പേരൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ, ഇതൊന്നും നമുക്ക് റിവൈൻഡ് ചെയ്യാം ഒന്നുകൂടി പ്ലീസ്. ബ്യൂട്ടിഫുൾ ആണോ? ബ്യൂട്ടിഫുൾ എന്നാരാ പറയാ? ഇവരൊക്കെ പറയോ? നോക്കട്ടെ നമുക്ക്. അതെ അതെ അതെ, കുറെ നാളുകൾ കൂടി എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ലത എന്ന് പറഞ്ഞൊരു പാർട്ടി ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് നടന്നിരുന്നത്. ഞാൻ ക്രസി ലത. പക്ഷെ കോളേജിൽ നിന്ന് കഴിഞ്ഞ പിന്നെ യാതൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല വേറെ തമ്മിൽ. ക്രസീനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ വല്ലപ്പോഴും കാണാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആരോ പറഞ്ഞ പോലെ, രാജ്മോഹനോട് പറഞ്ഞ പോലെ തന്നെ 4 വർഷം ഒരുമിച്ച് കോളേജിൽ പഠിച്ചെങ്കിലും 7th സെമസ്റ്റർ 8th സെമസ്റ്റർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഓരോരുത്തരോടൊക്കെ മിണ്ടിയത്. അപ്പം ആ ഒരു നല്ലൊരു കാലഘട്ടം നഷ്ടപ്പെടുത്തിയെന്നുള്ളൊരു തോന്നൽ ഇപ്പൊ ഉണ്ട്. അതൊന്നും ഇങ്ങനെ പോയിരുന്നില്ലല്ലോ. ആ ക്ലാസ്മേറ്റ്സ് ഉള്ള സിനിമയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൂടുതലൊന്നും ഫീലിങ്സ് വന്നത്. കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ദീപക് ഇപ്പൊ വിളിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പം ഇത്രയും പേരെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാണുന്നതിലെല്ലാവരും കണ്ടതിൽ സന്തോഷം. പിന്നെ എന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് PWD-യിലാണ്. ഇപ്പൊ കൽപ്പറ്റയിലാണ്. ഇപ്പൊ കുറച്ച് നാളെ 3 മാസത്തെ ലീവിലാണ്. ഞാൻ ഹസ്ബൻഡ് അപ്പോൾ ഡേയ്സ് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ചെന്നൈ പ്ലാനിലാണ്. ഈ 2 മക്കളാണുള്ളത്, 2 പെൺകുട്ടികൾ. മൂത്താള് വന്നിട്ടുണ്ട് ഇവിടെ, റിച്ച. അവള് MSc ഫൈനൽ ഇയർ. രണ്ടാമത്തെ ആള് റിയ, CMC ലുധിയാനയിൽ MBBS തേർഡ് ഇയർ ആയിട്ട് പഠിക്കുന്നു. വേറെ ഇവിടുത്തെ ഏറ്റവും ടോളസ്റ്റ് ഗേൾ. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളോട് ആരാണ് വിശേഷങ്ങൾ? മിസ്റ്റർ ദീപകിനോട് ചോദിക്കാം ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത്. ബേബി, ഓക്കെ, വരൂ, നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഫാമിലി വന്നിട്ടുണ്ടോ? ഇല്ല, ഓക്കെ. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ ഹസ്ബൻഡ് ഇറിഗേഷൻ ഡയറക്ടറാണ്. മകൻ കൊല്ലം അമൃതയിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. പിന്നെന്താ, കുറേ പേരെ കാണാത്ത കുറേ പേര്, 25 years, ലത, ഇന്ദുലേഖ, ക്രസി. പിന്നെ ഞാൻ എല്ലാ ലെറ്ററിലും ഓൾമോസ്റ്റ് വരാറുണ്ട്. ഫാമിലി വരാറില്ല. ഇന്ദുലേഖയിൽ 25 years കഴിഞ്ഞിട്ടാണ്. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ തന്നെ നമ്മൾ കാണാതിരുന്ന ഒരാളാണ് അമ്പിളി. അമ്പിളിയെ കോണ്ടാക്ട് ചെയ്യാൻ ഏറ്റവും അധികം സഹായിച്ച ദീപക് പറഞ്ഞത് ബേബി വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ബിഗ് ഹാൻഡ് ടു ഹർ. അല്ല, അമ്പിളി നാളെ വരും. താങ്ക് യു സോ മച്ച്. അത് ബേബി ഏൽപ്പിച്ചത് കൊണ്ടാണ് നാളെ ആയത്. ബേബി എപ്പോഴും കുഴപ്പമില്ല. എന്തായാലും ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തല്ലോ. മിസ്റ്റർ പോൾ, അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഡത്തിന്റെ പേരെന്താ മാഡത്തിന്റെ? അതെനിക്കറിയാം, മീന. ഓക്കെ. സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എന്നാലും നിങ്ങളെയൊക്കെ കാണണമെന്നുള്ള ആ മനസ്സിന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഒരു മനസ്സ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വിശേഷങ്ങൾ. ഞാന് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചപ്പോൾ തന്നെ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നേക്കാൾ കൂടുതൽ താല്പര്യം മീനയ്ക്കായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരെയും കൂടുതൽ പരിചയം അങ്ങേർക്കാം. കാരണം അതിപ്പോൾ എൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. കാരണം എന്നേക്കാൾ കൂടുതൽ ആൾക്കാരുടെ പേരിൽ പറയാൻ മീനയായിരിക്കും. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് സൈഡ് തുടങ്ങി പോയാലും കാര്യങ്ങൾ ക്ലിയർ ആക്കണത് അങ്ങേരാണ്. അതുകൊണ്ട് ഇന്ന് ഡോക്ടർ വന്നപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു. ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചോദിച്ചു. ആളെന്നെ പെർമിഷൻ വാങ്ങിച്ചു. 1 മണിക്കൂർ അനുവദിച്ചിട്ടുണ്ട്.
അതിങ്ങോട്ട് വരാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് നമുക്കറിയില്ല. തിരിച്ചെത്തട്ടെ, എന്തായാലും ഒരാളെ ഞങ്ങൾ അവിടെ പുതപ്പിച്ച് കെടുത്തിയിട്ടുണ്ട്. കയ്യും കാലൊന്നും പുറത്തേക്ക് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ഇട്ട ഉടനെ കുത്ത് കിട്ടും. അപ്പൊ എന്തായാലും 10 മിനിറ്റിനുള്ള ആള് പോകും. അപ്പോൾ ഞാൻ വേറെ പ്രത്യേകിച്ച് അധികമൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് 3 മക്കള്. മൂത്ത ആള് അഞ്ജു, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ ഉണ്ട്. അവള് ബിടെക് കഴിഞ്ഞു. അല്ല, അത് പറയാൻ അതിന് സമയമുണ്ട്, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അഞ്ജു ഇപ്പൊ ഫൈനൽ ഇയർ ബിടെക് കഴിഞ്ഞു സഹൃദയ കോളേജിൽ. അപ്പോൾ ബിടെക് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ ബിടെക് എടുക്കണേ, ബികോം എടുത്താൽ പോരെന്ന് ചോദിച്ചു. ഇത് രണ്ടും ഒന്നല്ലാന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞു ബികോം എടുത്താൽ പോരെന്ന് ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് മോൾക്ക് ഒരു ആഗ്രഹം ബിടെക് വേണമെന്ന്. ശരി, അപ്പം എന്നാൽ പഠിക്കാൻ എളുപ്പമുള്ള ബയോടെക്നോളജി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അത് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് അതായിരിക്കും, സിവിൽ അല്ലാന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ലാണ്ട് കടന്നു പോന്നു. അപ്പോൾ ഇനി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, വലിയ നിർബന്ധമില്ല. അപ്പം നമ്മളതിങ്ങനെ മെല്ലെ കഴിഞ്ഞ 2 മാസത്തോളം ഒരു കുക്കറി ക്ലാസ്സിനൊക്കെ വിട്ടു. കൂട്ടാൻ വയ്ക്കാനും ചോറ് വയ്ക്കാനൊക്കെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്കമാലി വരെ വിട്ടു. ആഴ്ചയിൽ പോകും വരും. ഫ്രൈഡ് റൈസൊക്കെ വെക്കും. ഞങ്ങളുടെ വീട്ടിലെ പട്ടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വളരെ ക്ലിയർ. അപ്പോൾ ഞാനിപ്പോൾ അത് കഴിച്ചിട്ട് വണ്ണം കുറഞ്ഞോ കൂടിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല, ടെസ്റ്റ് ഡോസുകളാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇപ്പോൾ ആളിപ്പോൾ തൽക്കാലം അമ്മ പറഞ്ഞു, മതി മോളെ, ഇനി അടുക്കളയിൽ നിന്നാൽ മതി. അപ്പം അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച 1 മാസത്തോളമായി എന്നാണ് കഷ്ടി മുമ്പ് ഒരാൾ വന്ന് ഇവിടെ കാണുകയും ഇവിടെ ഇഷ്ടപ്പെടുകയും കാര്യങ്ങൾ തീരുമാനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് ഔദ്യോഗികമായിട്ട് നിങ്ങളോട് പറയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആയിരിക്കുമോ? ആവാം, സന്തോഷം. അപ്പോൾ ഡിസംബറിലാണ് ഞാൻ എൻ്റെ ഭാര്യനെ മീനനെയും കൂടി ഞാൻ വിളിക്കാം, അവിടെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡിസംബർ 26-ാം തീയതിയാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് വരുന്നത്. 30-ാം തീയതി മാരേജ്. അങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പേഴ്സണൽ ഇൻവിറ്റേഷൻസ് വരും. എവരിബഡി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവിടേക്ക് വരണം. ആദ്യത്തെ ആയതുകൊണ്ട് എല്ലാവരും വരുന്നേ വിചാരിക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടവേ എന്ന് കൂട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ആരും എത്തില്ല അവസാനമാകുമ്പോൾ. അപ്പോൾ അത് പിന്നെ 2ാമത്തെ മകൻ ജോർജ്, അവനിപ്പോൾ +2-നാണ്. ഉയരം വെച്ച് ഇപ്പം നമ്മളെക്കാളൊക്കെ കൂടി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കൂന്നൂർ സെയിൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മുടെ വലയം അങ്ങോട്ട് വലുതായി തൃശ്ശൂർ വിട്ട് എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആലോചിക്കാം. നേരെ പിടിച്ച് ഇവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന് പരിചയമില്ലാത്ത ഏതെങ്കിലും അച്ഛന്മാരുടെ സ്കൂളിൽ പഠിക്കുള്ളൂ. അപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ ഓസ്ട്രേലിയ വരെ എത്തി. അവിടെയും അച്ഛനും അപ്പനും പരിചയമുള്ള ആൾക്കാരായി, അമേരിക്കയിലും പരിചയമുള്ളവരെ. അവസാനം കൂട്ടിയെടുത്ത് കൂന്നൂർ തന്നെ ശരിയാക്കാന്ന് വെച്ചാൽ 2 കൊല്ലം അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത ആള് ജോസഫ്, അവൻ 8ാം ക്ലാസ്സിൽ. അവൻ തൃശ്ശൂർ തന്നെയാണ്. ഇവൻ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ്, നിർമ്മലമാത സ്കൂളിൽ ഇവനും പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ 11-ലും 12-ലും അങ്ങോട്ട് വിടേണ്ടി വരും. ആയിട്ടില്ല. അപ്പോൾ 11-ലും 12-ലും അങ്ങോട്ട് വിടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്ത ഞാൻ മീനാനെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വിളിക്കണം. അപ്പം നിങ്ങളെല്ലാവർക്കും അറിയാത്തതല്ല, അതെന്തായാലും. അപ്പം ഇതാണ് അഞ്ജുവിൻ്റെ. ഇനി അത് മീന പറഞ്ഞു. എന്റെ ചേട്ടന്റെ പേര് അരുൺ എന്നാണ്. അതായത് കല്യാണം ഫിക്സ് ചെയ്തിരുന്ന ചേട്ടന്റെ പേര് അരുൺ എന്നാണ്. പിന്നെ ന്യൂ മെക്സിക്കോയിലാണ്. അവിടെ ആൽബർക്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അവിടെ താമസിക്കണേ. ബിടെക് ഇവിടെ കോയമ്പത്തൂരാണ് ചെയ്തത്. അത് കഴിഞ്ഞ് MS അവിടെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. അങ്ങനെ ഇപ്പൊ അവിടെ ജോലി ചെയ്യണു. അപ്പൊ കല്യാണം കഴിയുമ്പോ ഞാൻ ഇങ്ങോട്ട് പോകും. അത്രേ. അപ്പൊ ഇവിടെ വന്ന് എല്ലാവരും കാണാൻ പറ്റിയത് സന്തോഷം.
അപ്പോൾ 5 മിനിറ്റുകളിൽ ഞാൻ വർക്കങ്ങൾ ചെയ്യും. ശരി. അപ്പൊ ശരി, സന്തോഷം. താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവിധ ആശംസകളും വിവാഹ ജീവിതത്തിന് ഞങ്ങൾ സമ്മാനിക്കുകയാണ്. മിസ്റ്റർ അജിത്തിനെ ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് എനിക്ക് കിട്ടാനില്ല. അതെ അതെ, ആ എന്നാലും മിസ്റ്റർ ബിനോയുടെ അത്ര ഇല്ല അല്ലേ? ഓ എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഇറങ്ങിയത്. അല്ല, ഫാമിലി ഉണ്ട്. സുനിത പറഞ്ഞോളാം. മിക്കവാറും ഇന്ത്യയിലൊക്കെ കറങ്ങിയിട്ടുണ്ട്. കുറച്ചു കാലം കളത്തിലുണ്ടായിരുന്നു. ഒരു 3-4 വർഷം ഇൻഡോറിലുണ്ടായിരുന്നു കോളേജ് കഴിഞ്ഞിട്ട്. 1 വർഷം കൊച്ചിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഖത്തറിലായിരുന്നു 2000. അന്നാണ് മാരേജ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒറീസയിലേക്ക് പോയി. 2008 മുതൽ ബാംഗ്ലൂരാണ് GMR. ഉലകം ചുറ്റും വാലിബനാണ്. അത്രയല്ല, പലരും അതിന് ചുറ്റിയില്ല. ഞാൻ അത്രയും ചുറ്റിയില്ല. ഇൻസിഡന്റ് വൈഫിനും 23 ഇയേഴ്സിന്റെ SSLC ഇന്ന് തന്നെ സേക്രഡ് ഹാർട്ട് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സോ മച്ച്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും അതൊന്ന് പയറ്റി തെളിയിക്കാം. ഭയങ്കര നോ പോർക്കല്ല, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കും. എന്നെയും കൂടിയും അതുപോലെ ശീലിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല സാധനങ്ങളെ കഴിക്കും, ആവശ്യമില്ലാത്തതൊന്നും കഴിക്കാൻ. അതിന്റെയാണ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം. കേട്ടോ, വല്ലതും കേട്ടോ? ആവശ്യത്തിന് കഴിക്കുന്നു, ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും യങ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ മിസ്സാക്കണം, പറയേണ്ട ആവശ്യമില്ലല്ലേ. എന്നാലും ഇവിടെ നോക്കുമ്പോഴല്ലേ ഇത്രയും ശ്രദ്ധ അങ്ങോട്ട് നോക്കിയിരുന്നെങ്കിൽ കിട്ടില്ലല്ലോ. നമുക്ക് ഇനി ആരെ പരിചയപ്പെടാം? വേറെ ആരെങ്കിലും ബാക്കിയുണ്ടോ? ആ സ്പെക്സ് വെച്ച സാറിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹം നിങ്ങളുടെ ബാച്ചിലുള്ളതായിരുന്നോ? അതാ അല്ല, ആരായിരിക്കുന്നത്? ഗീത. ഓക്കെ. 25 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ ഇത്രയും അധികം സ്ട്രെങ്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിന് വളരെയധികം ബുദ്ധിമുട്ടിയ ദീപക്കിന് ആദ്യമായിട്ട് ഒരു കയ്യടി. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി അറിയണോണ്ട്, നേരെ അറിയണോണ്ട് പറയുന്നത്. എല്ലാവരെയും സംഘടിപ്പിക്കാനും എല്ലാം വിളിക്കാനും എല്ലാത്തിനും ഒരുപാട് പ്രാവശ്യം വിളിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടി അത്രയ്ക്ക്. പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ട് ആളുകളെ, അതിലും വളരെ സന്തോഷം. പിന്നെ ഞാൻ പ്രൈവറ്റായിട്ട് സ്വന്തം കൺസൾട്ടൻസിയാണ് ചെയ്യുന്നത്. ചെറൂര് തന്നെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ഓഫീസ് ഇട്ട് ചെയ്യുകയാണ്. ഹസ്ബൻഡ് വന്നിട്ട് ACB AXC ആണ്. പിന്നെ മകൻ വന്നിട്ടില്ല, അത് BCom ഫൈനൽ ഇയർ. മോളും ഉണ്ട്, ഇങ്ങോട്ട് സിത്താര. ഫ്യൂസറിനാളുണ്ട്. പിന്നെ മോള് വന്നിട്ട് +2. എവിടെ? സിത്താര കാണാനില്ല. നിന്റെ മോളെ കാണാൻ എന്റെ കൂടെ ഉണ്ടാവും. അത്രയാണ് വിശേഷങ്ങൾ. പിന്നെ ഞങ്ങള് തൃശ്ശൂരിൽ തന്നെയാണ്. ഇതിൽ കുറെ പേരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേര് വല്ലപ്പോഴും കാണാണ്ടിരിക്കണം. ഇത്രയുള്ള വിശേഷം. പലർക്കും എന്നെ മനസ്സിലായില്ല. അജിത്ത് വന്ന് ചോദിച്ചു അബ്ദുള്ളയല്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, അബ്ദുള്ളക്ക് ഇത്രയും പൊക്കയില്ല. പിന്നെ കുറെ നേരം ആലോചിച്ചിട്ട് ഇതാണ് അമേരിക്കയിലാണ്. പക്ഷെ കേരളത്തിൽ വരുന്നതിൻ്റെ അത്രയും സന്തോഷം വേറെ എനിക്ക് ഒന്നുമില്ല. ഇവിടെ കൂടുതൽ നാളും താമസിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്.
ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ റോഡുകളും ഇത് എല്ലാം മാറി ഇവിടെ ഒരു ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലമാണ്. അത് ഏറ്റവും കൂടുതൽ ഭംഗിയായി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. പിന്നെ എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്, അനിത. പിള്ളേർ രണ്ടുപേര്, മൂത്തയാള് അവിടുന്ന് വന്നില്ല, കോളേജിലൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അവനവൻ്റെ കാര്യം. പിന്നെ രണ്ടാമത്തെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അവളിവിടെ ഒരു കസിൻ്റെ വീട്ടിൽ വന്നപ്പം പിന്നെ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നില്ല, അവിടെ കൊണ്ട് നിർത്തി. അനിത അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. പറയാനൊന്നുമില്ല. പറയാൻ വാക്കുകളില്ല. കുറച്ചുകൂടി വാക്കുകളുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാം. അതെ, നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. അതിനു മുന്നേ 25 വർഷത്തിന് ശേഷമാണ് പല മുഖങ്ങളും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഉണ്ട് ഇതില് റീന, നൗഷര, ഗീത, ബേബി, പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ റീനയുടെ വീട്ടിൽ വെച്ച് ചെറിയൊരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ഗെറ്റ് ടുഗദറിന് മാത്രമേ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മുടെ ഗെറ്റ് ടുഗദർ പരിപാടികളൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് ഞാൻ വരാതിരുന്നത്. ദീപക് 25 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് വാക്കുകളില്ലായിരുന്നു. അങ്ങനെ അതെ അതെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 2 കുട്ടികള്, മൂത്ത മോൾ എലിസബത്ത് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ ചെയ്യുന്നു. അതെ. മോഹനൻ യോഹൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് എൻ്റെ ഫാമിലി. എൻ്റെ ഭർത്താവ് ഗ്ലാഡ്സോസ്മിത്ലൈൻ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഹൗസ് വൈഫ്. ഇത്രയേ ഉള്ളൂ. സ്വസ്ഥം ഗൃഹപരം. സർദാർജിയുമായി നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ അതാ വിൻസന പറഞ്ഞുണ്ടാക്കിയത്. ഇവരൊന്നുമല്ല. അതാണ് കാലത്തിന്റെ യോഗം എന്ന് പറഞ്ഞ പോലെ. ഞാൻ പഞ്ചാബിലെത്തി. പഞ്ചാബിൽ 3.5 വർഷം ഉണ്ടായിരുന്നു. ചോദിക്കട്ടെ, ആരും ഇതിന് ഉത്തരം പറഞ്ഞേക്കരുത്. ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ. അല്ല, ദീപക്കിന് ഇതിന്റെ ഡെഡിക്കേഷനോ അല്ലെങ്കിൽ സമ്മാനമോ ഒന്നും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചോദിക്കാം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ബാർബർ ഷോപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? എല്ലാവരും പോകുന്ന സ്ഥലമല്ലേ? പക്ഷെ ഈ ബാർബർമാരുടെ ജന്മ ശത്രു എന്ന് പറയുന്നത് അത് ആരായിരിക്കും? ഇവിടുത്തെ ക്വസ്റ്റ്യനാ. ഇവിടുന്ന് പറയണം. സർദാറിനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്തായിരിക്കും? ശത്രു. അതെ, ഒരു തവണ പോലും മുമ്പും അങ്ങനെ തന്നെയായിരുന്നോ? അല്ല, ഇപ്പോഴാണോ അങ്ങനെ ആയത്? ഇത്രേ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ. അപ്പൊ അതല്ല, ഇത്രയേ ഉള്ളൂ. സിക്കുകാർ തന്നെയാണ് റൈറ്റ് ആൻസർ ആണ്. എന്തായാലും പോയിരുന്ന് സ്വസ്ഥമായി റെസ്റ്റ് എടുത്തോളൂ. ഇത് നമ്മൾ ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? എൻ്റെ ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവരും ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം ദീപകിന്. ഇതെല്ലാം ദീപകിന് ഇങ്ങനെ തോന്നിയല്ലോ, എല്ലാവരെയും ഇങ്ങനെ സംഘടിപ്പിക്കാനും. അതുകൊണ്ട് നമുക്ക് 25 വർഷങ്ങൾക്ക് ശേഷം കണ്ട മുഖങ്ങളുണ്ട് ഇവിടെ. ത്രസി, ലത, ഇന്ദുലേഖ, ഉണ്ണികൃഷ്ണൻ, അങ്ങനെ അജിത്ത്, എല്ലാവരും കാണാൻ പറ്റില്ല. ഇതിൽ വലിയ സന്തോഷം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യണു. ദീപകിന്റെ വ്യൂസ് ഞാൻ ഓരോ അധികം താമസിക്കാതെ ഇങ്ങനെയാണെങ്കിൽ. പിന്നെ ഹസ്ബൻഡ് പ്രാക്ടീസ് ചെയ്യുന്നു.
മോള് ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മോൻ 8ാം ക്ലാസ്. പിന്നെ ബുദ്ധിജീവി എന്നൊരു പേരൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ബുദ്ധി വർക്ക് ചെയ്യില്ല. കണ്ടെത്തിയതാന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ബുദ്ധി കറക്റ്റ് അറിയാമെന്ന് നമ്മളെല്ലാവരും പറയില്ലേ, ദൈവത്തിലാണ് നമ്മുടെ ബുദ്ധി കറക്റ്റ് അറിയാവുന്നത്. അതുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയില്ല. അതുകൊണ്ട് ശരിക്കും അങ്ങനെയൊന്നുമില്ല, ബുദ്ധിജീവിയാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഓക്കെ, അതൊക്കെ പോട്ടെ. എന്നാലും ഐ എം വെരി ഹാപ്പി. ദുബായിലാണ് താമസിക്കുന്നത്. ഒരേ മോളുണ്ട്. ഷീസ് ഡൂയിങ് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. ഷേക്ക് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ വിദ്യ അക്കാദമി സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ നാളെയും എല്ലാവരെയും ഒന്ന് കാണാം. അതെ, നല്ല വെളിച്ചത്തിൽ. സോ മച്ച്. ജയശ്രീ, എന്താണ് കവി ഉദ്ദേശിച്ചത് ഡാർലിംഗ് എന്നതുകൊണ്ട്? കവിയോട് ചോദിച്ചാലേ അതായത് ഈ ഗെറ്റുകൾ സംഘടിപ്പിക്കാനേ എന്നെ ഏറ്റവും സഹായിച്ച ഈ വർഗത്തിൽപ്പെട്ട ഒരുപാട് എഫേർട്ട് എടുക്കുമ്പോൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അതിൽ ഉദ്ദേശിച്ചത്. പിന്നെന്താ പറയാനുള്ളത്, ഹസ്ബൻഡ് സിൻഡിക്കില്ല, വന്നിട്ടില്ല, ഫാമിലി വന്നിട്ടില്ല. അരൂര് സിൻഡിക്കേറ്റ് ബാങ്കിൽ മാനേജറാണ്. 2 മക്കൾ. മോൻ ജസ്റ്റ് ബിടെക് കംപ്ലീറ്റ് ചെയ്തു. മോള് +1 പഠിക്കുന്നു. ഞാൻ KSEBയിൽ വർക്ക് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ജോൺ, ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പറയുമ്പോൾ ജീനിയസുകളെല്ലാം മാറി നിന്നപ്പോൾ ജീനിയസുകളൊക്കെ KSEBയിലും വാട്ടർ അതോറിറ്റിയിലൊക്കെ പോയി. കുറച്ച് പേര് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പോയി. ആരും എഴുതാത്ത ഒരു ടെസ്റ്റ് എഴുതി, ആരും അറിയപ്പെടാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളിലാരും 200 പേര് അപേക്ഷിച്ചതിൽ ആകെ 250 പേര് അപേക്ഷിച്ചതിൽ ആകെ 100 പേരെ പരീക്ഷ എഴുതിയുള്ളൂ. എന്തോ ഭാഗ്യത്തിന് അതിൽ 36 പേരെ എടുത്ത് അതിൽ ആദ്യത്തെ ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിനൊരു ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ഏറ്റവും ആദ്യമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേഡറിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനർ എന്നുള്ള പോസ്റ്റിലാണ്. അപ്പോൾ ഇതുവരെ തൃശ്ശൂരായിരുന്നു. 2 ആഴ്ച മുമ്പ് പാലക്കാട്ടേക്ക് തലം മാറ്റിയിട്ടുണ്ട്. തിരിച്ച് തൃശ്ശൂർ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് അങ്ങനെ തന്നെ പറയാം. കാരണം നിങ്ങൾ ഈ ഇതിലിരിക്കുമ്പോൾ കുറച്ച് കയ്യിലിരിപ്പ്. കാരണം ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ തൃശ്ശൂർ മാസ്റ്റർ പ്ലാൻ ഞാൻ തയ്യാറാക്കിയ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഫൈനലൈസ് ചെയ്ത് ഞാനാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഞാൻ ടൗൺ പ്ലാനറാണെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം എനിക്കില്ല, കാരണം അടി കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഗുരുവായൂർ ഞാൻ തയ്യാറാക്കിയാണ് വികസന രൂപരേഖ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ്. അവിടെ 2 കൊല്ലമായിട്ട് പറഞ്ഞാൽ അടി കിട്ടും. ഗുരുവായൂർ ആയതുകൊണ്ട് നാളെ ഞാൻ കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്നത് പെട്ടെന്ന് അടി കിട്ടില്ല, ഞാൻ കുറച്ച് പരിചയക്കാരനുണ്ട്. പക്ഷെ തൃശ്ശൂർ പറഞ്ഞാൽ തൃശ്ശൂർ ലോക്കലായി താമസിക്കുന്ന എല്ലാവർക്കും അറിയാം, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ആൾക്ക് അടി കിട്ടിയിരിക്കും. കാരണം എല്ലാവരുടെയും വീടിൻ്റെ മുകളിലൂടെയും അവരുടെ സ്ഥലത്തൊക്കെ, അതായത് അവർ പ്രത്യേകിച്ചും അറിയാം. കാരണം എന്നെ റെഗുലറായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവന് പ്രത്യേകിച്ചും അറിയാം. അത് നിന്റെ കാര്യമോ? റെഗുലറായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവനെ പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫ് തൃശ്ശൂർ കേരളോർമ്മ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഷിജിത എന്നാണ്, ഗുരുവായൂരാണ് സ്വദേശം. മോൻ ഷിജിത, മോളുണ്ട് 8th സ്റ്റാൻഡേർഡ്. മോൻ ഗൗതം KG 8th സ്റ്റാൻഡേർഡിൽ പൂച്ചട്ടി ഭാരതി വിദ്യാഭവനിൽ പഠിക്കുന്നു. മോള് ഇവിടെ ഉണ്ടായിരുന്നു, 7th പൂച്ചട്ടി തന്നെ ഭാരതി വിദ്യാഭവനിൽ പഠിക്കുന്നു. ഗായത്രി KG എന്നുള്ള പേര്.
ഞങ്ങൾ തൃശ്ശൂർ ഗുരുവായൂരാണ് താമസം. ഇപ്പൊ താൽക്കാലികമായിട്ട് ഈ സൗകര്യത്തിന് വേണ്ടി തൃശ്ശൂരിലോട്ട് താമസം മാറ്റിയിരിക്കും. ഗുരുവായൂരപ്പന്റെ സ്വന്തം ആൾക്കാരാണ്. ഗുരുവായൂരപ്പന്റെ നടന്നു പോകാവുന്ന 2-3 മിനിറ്റിൽ ഗുരുവായൂരപ്പനെ എന്നും കാണാവുന്ന ദൂരത്ത് താമസിക്കുന്ന ഗുരുവായൂരപ്പ ഭക്തരാണ്. പൂന്താനത്തെ കാഴ്ചയായിരിക്കും. അതെ, അത്രയും നല്ല. പൂന്താനല്ലടാ, വലിയ ഭക്തൻ. അത്രയും പറഞ്ഞത്. ഓക്കെ ഓക്കെ. Thank you so much. അതെ, അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഇടയ്ക്ക് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എനിക്കൊരു സ്റ്റൂള് തരുമോ ആദ്യം? ഷോക്ക് അടിക്കും അല്ലേ? അപ്പൊ കുറച്ച് നീക്കാം. എന്തായാലും ഞാൻ കുറച്ചു നേരം അടുത്തത് സംസാരിച്ചതാണ്, വലിയ ഷോക്ക് അടിക്കലൊന്നും എനിക്ക് തോന്നിയില്ല. സാറിന്റെ വിശേഷങ്ങളിലേക്ക് പ്ലീസ്. എനിക്ക് പ്രത്യേകിച്ച് വിശേഷം പറയാനൊന്നുമില്ല. ഒരു ഭാര്യയും 2 കുട്ടികൾ. മൂത്ത മോൻ 10ൽ പഠിക്കുന്നു, രണ്ടാമത്തെ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ബോംബെ, കൊച്ചി, ദുബായ് അങ്ങനെയായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. സ്വപ്നത്തിലാണോ റിയാലിറ്റിയിലൊന്നും അറിയില്ല, സഞ്ചാരിച്ചുകൊണ്ട് നടക്കുന്നു. ഞാൻ ഒരു സീരിയൽ പിടിച്ചിട്ടുണ്ട്, സിനിമ പിടിച്ചിട്ടുണ്ട്. ഇനി പുതിയൊരു സിനിമ മറ്റേ അച്ഛൻ്റെ അമ്മ അതിൻ്റെ കഥ എഴുതിയ ആളുമായിട്ട് പുതിയൊരു സിനിമയായിട്ട് 2-3 മാസത്തിൽ വരുന്നുണ്ട്. മറ്റേ ഉസ്താദ് ഹോട്ടലിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിൻ ജോസഫ് ഞാൻ ഉസ്താദ് ഹോട്ടലിൽ അതിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ട് എൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് ഇപ്പൊ നടത്തണ്ട. പിന്നെ ഞാൻ ബോംബെയിൽ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട്. നിങ്ങൾ സൂര്യ TV കണ്ടിട്ടുണ്ടാവും. ഒരു മറ്റെന്താ പറയുക, മലയാളി ഹൗസ് എന്ന് പറഞ്ഞ് സോജൻ ജോസഫുമായിട്ട് ഞാനൊരു ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട് ബോംബെ. ഇറ്റ് ഈസ് പാർട്ട്ലി സ്പോൺസേർഡ്